ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 16-ാമത്തെ ശ്ലോകം നോക്കാം. തൈസ്തൈ കാമൈരദീനാത്മാ യഥോചിതമപൂജയത് വിഷ്ണോരാരാധനാർത്ഥായ സ്വപുത്രസ്യോദയായ ച. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഇവിടെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു ഉണ്ണിയുടെ ജാതസംസ്കാര കർമ്മത്തിൽ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളിലും നന്ദഗോപർ എത്രത്തോളം സന്തുഷ്ടനായി എന്ന് കാണിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ഒരു ശ്ലോകം. അങ്ങനെ സന്തുഷ്ടനായ നന്ദഗോപർ എന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം പദങ്ങളുടെ അർത്ഥം നോക്കാം. തൈസ്തൈ, ഇവിടെ തൈഹി തൈഹി, രണ്ട് തൈഹി ചേരുന്നതാണ് തൈസ്തൈ. സായടയ്ക്ക് ജോയിൻ ചെയ്യാൻ വന്നതാണ്. തൈ തൈ എന്ന് പറഞ്ഞാൽ അതാത്. കാമൈരദീനാത്മാ, ഇവിടെ കാമൈഹി അദീനാത്മാ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കാമൈരദീനാത്മാ. കാമൈഹി എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളെ കൊണ്ട്, ഓരോരോ ആഗ്രഹങ്ങളും മനസ്സിൽ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ, അങ്ങനെയുള്ളവർ. അദീനാത്മാ, ദീനത ഇല്ലാത്ത ആ പുണ്യാത്മാവ് എന്ന് പറഞ്ഞാൽ സന്തുഷ്ടനായ ആ പുണ്യാത്മാവ്. ആരാ? ഇവിടെ നന്ദഗോപരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലൊട്ടും സങ്കടങ്ങളോ വേവലാതികളോ ആകുലതകളോ ഒന്നുമില്ലാതെ ഇരിക്കുകയാണ്. കാരണം ഇതൊന്നും ഏക്കാത്ത ആ ഉണ്ണി, ആ സാക്ഷാൽ ഭഗവാൻ തൻ്റെ കൂടെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇതിനൊക്കെ നന്ദഗോപരുടെ ഉള്ളിൽ സ്ഥാനം പിടിക്കുക? അതുകൊണ്ട് ഇവിടെ ദീനതകളൊന്നുമില്ലാത്ത ആ നന്ദഗോപര്, വളരെ സന്തുഷ്ടചിത്തനായിരിക്കുന്ന നന്ദഗോപര് യഥോചിതമപൂജയത്, യഥോചിതം അപൂജയത്, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യഥോചിതം അപൂജയത്. യഥോചിതം എന്നാൽ വേണ്ട വിധത്തിൽ, ഉചിതമായിട്ട്, ഉചിതം പോലെ അപൂജയത്, പൂജിച്ചു. അപ്പോൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ കലാശാസ്ത്രാദി വിദ്യകൾ കൊണ്ട് ഉപജീവനം നടത്തുന്നവരെ മറ്റു സൂതമാഗധ വന്ദികളെയും ഒക്കെ എങ്ങനെയാണ് ആദരിച്ചത് എന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ പറയാം, ഇത് കൂടാതെ വേറെ എന്തെന്തെല്ലാം ആഗ്രഹങ്ങളുമായി തൻ്റെ ഗൃഹത്തിലേക്ക് വന്നുവോ അതത് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ട വിധത്തിൽ അവരെയുമൊക്കെ ആ യാതൊരു ദീനതകളുമില്ലാതിരുന്ന അതീവ സന്തുഷ്ടനായിരുന്ന ആ നന്ദഗോപര് വേണ്ട വിധത്തിൽ തന്നെ പൂജിച്ചു. ഇവിടെ പൂജിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടത് ചെയ്തു. കാരണം വിഷ്ണോരാരാധനാർത്ഥായ സ്വപുത്രസ്യോദയായ ച. വിഷ്ണോരാരാധനാർത്ഥായ, വിഷ്ണോഹ ആരാധനാർത്ഥായ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വിഷ്ണോരാരാധനാർത്ഥായ. വിഷ്ണോഹോ എന്ന് പറഞ്ഞാൽ ആ ശ്രീ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ ആരാധനാർത്ഥായ, സന്തോഷത്തിനായിക്കൊണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത എന്തിനാ? ആ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു ഭഗവാൻ സന്തോഷിക്കുന്നതിനായിക്കൊണ്ട് ഇങ്ങനെ ആരാരൊക്കെ ഏതെല്ലാം ആഗ്രഹങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ വന്നുവോ അവരുടെയൊക്കെ ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടതെല്ലാം വേണ്ട വിധത്തിൽ തന്നെ സന്തുഷ്ടനായി നന്ദഗോപര് ചെയ്തു. കാരണം ഇവിടെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രീതി വേണം. എന്തിനു വേണ്ടി? സ്വപുത്രസ്യോദയായ ച, സ്വപുത്രസ്യ ഉദയായ ച. ഉദയായ ച, ച നമ്മളിവിടെ പ്രത്യേകമാണെങ്കിലും അർത്ഥം പറയുമ്പോൾ ചേർത്ത് പറയാം. സ്വപുത്രസ്യ, തൻ്റെ പുത്രൻ്റെ, തൻ്റെ ഈ ഉണ്ണിയുടെ ഉദയായ ച, അഭ്യുന്നതിക്കായിക്കൊണ്ടും. അപ്പോൾ തൻ്റെ ഉണ്ണിക്ക് എന്തൊരു മഹത്വം ഉണ്ടാകണമെങ്കിലും, എന്തൊരു
നന്മ ആ ഉണ്ണിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിലും അവിടെ ഈ ഭഗവാന്റെ, സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ പ്രീതി ഒന്നുകൊണ്ട് മാത്രമേ കിട്ടൂ എന്ന് നന്ദഗോപർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഭഗവാനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ആകട്ടെ തൻ്റെ ചുറ്റിനുമുള്ള തൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്ന ഓരോ വ്യക്തിയെയും ഓരോരുത്തരെയും താൻ പൂജിക്കേണ്ടതുണ്ട്. അവർക്ക് തന്നാലാവും വിധത്തിൽ വേണ്ട സേവനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഭഗവാൻ പ്രീതിപ്പെടുകയുള്ളൂ. കാരണം മാനവ സേവയാണ് മാധവ സേവ. അപ്പോൾ തൻ്റെ ചുറ്റിനുമുള്ള തൻ്റെ അടുത്തേക്ക് വരുന്ന തൻ്റെ കണ്ണിൽ പെടുന്ന എല്ലാവരെയും താൻ എപ്രകാരം അവരെ സന്തുഷ്ടരാക്കുന്നുവോ, എപ്രകാരം അവർക്ക് വേണ്ടുന്നതൊക്കെ തന്നാൽ കഴിയും വിധം താൻ ചെയ്തു കൊടുക്കുന്നുവോ, അതിലൂടെ താൻ പ്രീതിപ്പെടുത്തുന്നത് ആ സാക്ഷാൽ ഭഗവാനെയാണ്. ആ ഭഗവാനെ പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമേ തൻ്റെ ഉണ്ണികൾക്ക് അല്ലെങ്കിൽ തൻ്റെ ഉണ്ണിക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അതിലൂടെ മാത്രമേ ഉണ്ണിക്ക് എല്ലാ നന്മകളും എല്ലാ അഭ്യുന്നതിയും ഉണ്ടാവുകയുള്ളൂ ജീവിതത്തിലെന്ന് ഇവിടെ നന്ദഗോപർ കാണിച്ചു തരികയാണ്. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നന്ദഗോപർ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഭഗവാൻ തന്നെ ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ ഭഗവാൻ ഗീതയിലൂടെ നമുക്ക് ആ ഗീതോപദേശത്തിൽ അർജുനനോട് എന്നവണ്ണം പറഞ്ഞിരിക്കുന്നത്? ഭഗവാൻ അവിടെ പറഞ്ഞു, യദ്യദാചരതി ശ്രേഷ്ഠസ്തത്തദേവതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഇതാണ് നന്ദഗോപർ ഇപ്പോൾ ഈ ലോകത്തിനായിക്കൊണ്ട് തൻ്റെ കർമ്മത്തിലൂടെ കാണിച്ചു തരുന്നത്. ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ എന്തൊക്കെയാണോ ആചരിക്കുന്നത്, എന്തൊക്കെയാണോ ചെയ്യുന്നത്, അത് തന്നെ പിന്നീട് മറ്റുള്ള ജനങ്ങളും ചെയ്യും. അല്ലെങ്കിൽ അതേ കാര്യം തന്നെ കാണിക്കും, പ്രവർത്തിക്കും. പിന്നീടോ അങ്ങനെ ഒരു വ്യക്തിയുടെ, ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കർമ്മം ഒരു സമൂഹം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അതിനെ പിന്നെ ലോകം തന്നെ പ്രമാണമായി കരുതിക്കൊണ്ട് ആചരിക്കാൻ തുടങ്ങും. അപ്പോൾ ലോകം നന്നാകണമെങ്കിൽ ഒരു സമൂഹത്തിന് ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തി നന്മ കാണിച്ചു കൊടുത്താൽ മതിയെന്നാണ്. ഇവിടെ ഒരു ഗ്രാമത്തിനെ മുഴുവനായിക്കൊണ്ട് തന്നെ ഒരു നല്ല കാര്യം, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടത്, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ എന്താണ് വേണ്ടത്, മറ്റുള്ള ആ ഭഗവത് സ്വരൂപികളായിട്ടുള്ള തൻ്റെ ചുറ്റിനുമുള്ള ജീവികളെ, അതുകൊണ്ടാണ് ആദ്യമേ ഇവിടെ പറഞ്ഞു ഗോക്കളെ വരെ എല്ലാം കുളിപ്പിച്ചൊരുക്കി അലങ്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗോപൂജയുമായി അവിടെ. അപ്പോൾ തൻ്റെ ചുറ്റിനുമുള്ള മനുഷ്യരെ മാത്രമല്ല എല്ലാ ചരാചരങ്ങളെയും അവിടെ അലങ്കരിച്ചിരിക്കുന്നു, വേണ്ട വിധത്തിൽ അതിനെ പൂജിച്ചിരിക്കുന്നു. അങ്ങനെ ആ പൂജ ചെയ്യുന്നതിലൂടെ മാത്രമേ ഭഗവാൻ അവിടെ പ്രീതിപ്പെടുന്നുള്ളൂ എന്ന് തൻ്റെ ചുറ്റിനുമുള്ള, അല്ലെങ്കിൽ തൻ്റെ ഗ്രാമത്തിലുള്ള സർവ്വജനങ്ങൾക്കും കാണിച്ചു കൊടുക്കുകയാണ്. ആ ജനങ്ങൾ, ആ ഗ്രാമം, അത് താൻ ഇന്ന് എന്താണോ കാണിക്കുന്നത്, അവരുടെ രക്ഷകനായി നായകനായി നിൽക്കുന്ന ആ ഗ്രാമത്തിൻ്റെ തലവനായിട്ടുള്ള താൻ എന്താണോ കാണിക്കുന്നത്, അതാണ് നാളെ ആ ഗ്രാമം കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ആ ഗ്രാമത്തിൻ്റെ ചെയ്തികളെ ചിലപ്പോൾ നാളെ ലോകം പ്രമാണമായി കരുതി അത് തന്നെ ആചരിക്കാൻ ഇടവരും. അതുകൊണ്ട് ആദ്യം നന്മകൾ ചെയ്തു തുടങ്ങേണ്ടത് താനാണ്. തന്നെയല്ല ഇവിടെ താൻ കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് ഭഗവത് സ്വരൂപികളായിട്ടുള്ള ഭഗവാന്റെ സൃഷ്ടികളെ, സർവചരാചരങ്ങളെയും പൂജിക്കുകയാണ് വേണ്ടതെന്ന് ഇവിടെ നന്ദഗോപർ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മാത്രമേ ഭഗവാൻ പ്രീതിപ്പെടുകയുള്ളൂ. ആ ഭഗവാന്റെ പ്രീതി ഒന്നുണ്ടെങ്കിൽ മാത്രമേ തൻ്റെ ഉണ്ണിക്ക് ഇനിയൊരു തലമുറയ്ക്ക് അഭ്യുന്നതി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ താൻ ആ ഭഗവാനെ പൂജിക്കണം, ഭഗവത് സ്വരൂപികളെ വേണ്ട വിധത്തിൽ ആരാധിക്കുക തന്നെ ചെയ്യണം, അവരെ ബഹുമാനിക്കുക തന്നെ വേണമെന്ന് കാണിച്ചു തരികയാണ് ഇവിടെ നന്ദഗോപർ.
ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. തൈസ്തൈ കാമൈരദീനാത്മാ യഥോചിതമപൂജയത് വിഷ്ണോരാരാധനാർത്ഥായ സ്വപുത്രസ്യോദയായ ച. ഇനി നമുക്ക് അതിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാം. തൈസ്തൈഹി, അവിടെ ഒരു വിസർഗമുള്ളത് കൊണ്ട് തൈസ്തൈ, അവിടെ ഒരു പകുതി ഹകാരം കൊടുത്ത് വായിക്കുക. അടുത്തത് കാമൈരദീനാത്മാ, അവിടെ രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. കാരണം അദീനാത്മാ ആണ്, അതുകൊണ്ട് കാമൈരദീനാത്മാ. അതുപോലെ തന്നെയാണ് അതിൻ്റെ അടുത്ത വാക്കും യഥോചിതം അപൂജയത്. അപൂജയതാണ്, അതുകൊണ്ട് മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. അടുത്ത വരി വരുമ്പോഴും വിഷ്ണോരാരാധനാർത്ഥായ, അവിടെ വിഷ്ണോരാരാധന, അവിടെ ആദ്യത്തെ രായ്ക്ക് അകാരം നീട്ടിയെടുക്കുക. ആരാധനാർത്ഥായ ആണ്. പിന്നെ അടുത്തത് സ്വപുത്രസ്യോദയായ ച. സ്വപുത്രസ്യോദയായ ച, അവിടെ ഓകാരം ഉദയായാണ്. സ്വപുത്രസ്യോദയായ ച, അതും കൂടി ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കാനുള്ള. പിന്നെ ഒന്ന്, പലപ്പോഴും എൻ്റെ ഗുരു എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പലപ്പോഴും വായിക്കുമ്പം ച ജ ഇതൊക്കെ പലപ്പോഴും ഉച്ചാരണം തെറ്റിപ്പോകാൻ സാധ്യതയുള്ള അക്ഷരങ്ങളാണ്. അതുകൊണ്ട് യഥോചിതം അപൂജയത് ജ ച, അത് രണ്ടും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. കുറച്ചധികം കാര്യങ്ങളുണ്ട്, എന്നിരുന്നാലും എളുപ്പമുള്ള പദങ്ങളാണ് ആ ഒരു ശ്ലോകത്തിലുള്ളത്. എല്ലാവർക്കും നന്നായി വായിക്കാൻ കഴിയട്ടെ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.